ഗായ്സ്, ഇത് അക്വാഗാർഡിൻ്റെ UTC മെഷീനാണ്. അണ്ടർ ദ കൗണ്ടർ അല്ലെങ്കിൽ അണ്ടർ ദ ക്യാബിൻ എന്നൊക്കെ പറയുന്ന നോർമലി പറയുന്ന മെഷീനാണ്. ഇത് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റോളേഷൻ്റെ ആളെ കൂടി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം കസ്റ്റമർ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് ഇൻസ്റ്റോളേഷൻ ആളില്ല. അക്വാഗാർഡിൻ്റെ ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് പറയുക ഇതിൽ ഇൻസ്റ്റോളേഷൻ പറ്റില്ല, ഞങ്ങൾ പോകുക, അതുകൊണ്ട് പോയി. അങ്ങനെ കസ്റ്റമർ ഒരു കണക്കിന് നമ്മളെയൊക്കെ കറങ്ങി നമ്മുടെ അടുത്തെത്തി. കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് എത്തിയതുകൊണ്ട് നമ്മുടെ ആളുള്ളതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റോളേഷൻ പറ്റി. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ് നമ്മൾ എക്സ്റ്റേണായിട്ട് ആളെ വിളിച്ചാണ് ചെയ്യുന്നത്, അക്കുള്ള പേയ്മെൻ്റ് ആകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എവിടെയെങ്കിലും പെട്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ ആൾറെഡി ഇൻസ്റ്റോളേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആമസോണ് ഫ്ലിപ്കാർട്ടൊക്കെ വഴി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ കിട്ടാൻ പാടായിരിക്കും. അല്ലെങ്കിൽ വർക്ക് നടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ആ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ ഹോൾ ഇടാൻ വേണ്ടി മാത്രം പിന്നെ വർക്കർ വരില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ UTC ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി പ്ലാൻ ചെയ്യുക. കാരണം വെച്ചാൽ ഇതൊരു 50 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് അവർ വരുത്തുമില്ല. ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്ര വലിയ എമൗണ്ടും മേടിക്കാൻ പറ്റത്തില്ല. നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്റ്റോളേഷൻ ചെയ്യുന്ന ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോർമലി ഇൻസ്റ്റോളേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാളിലാണ് ഡ്രില്ല് ചെയ്ത് വെക്കുന്നത്. UTC എന്ന് വരുമ്പോഴത്തേക്ക് UTC മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, UTC എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ഒരു ടാപ്പ് മാത്രമേ മേളിലുണ്ടാവുള്ളൂ. താഴെയായിരിക്കും മെഷീൻസ് വരുന്നുണ്ട്, കാബിൻ്റെ അടിയിലായിരിക്കും വരുന്നത്, കൗണ്ടറിൻ്റെ അടിയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻസ്റ്റോളേഷൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം ഈ ഗ്രാനൈറ്റ് ഡ്രില്ല് ചെയ്ത് ഹോളാക്കണം. അപ്പോൾ ഡ്രില്ലല്ല നമ്മൾ ഡ്രില്ല് വെച്ചാൽ ചെയ്യുന്നെങ്കിലും വേറെ ടൂൾസാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രേക്കായി പോകാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലായതുകൊണ്ട് ശ്രദ്ധിച്ചും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നോർമലി ഒരു ടെക്നീഷ്യൻ കൊണ്ട് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റോളേഷൻ ടൈമിൽ തന്നെ പർച്ചേസിങ് ടൈമിൽ തന്നെ ഇൻസ്റ്റോളേഷൻ കാര്യങ്ങൾ പക്കയായിട്ട് ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ സർവീസും കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ പാടുപെടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എറണാകുളമൊക്കെ ആണെന്നുണ്ടെങ്കിലും, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. നോർമലി ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മളില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രഷർ ടാങ്കിൻ്റെ ക്യാപ്പ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മിസ്സാകാതെ ഇത് കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റോളേഷൻ ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ പ്രീ ഫിൽറ്ററിന് പകരം ഈ ഒരു പ്രീ ഫിൽറ്ററാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ നമുക്കിതല്ലായിരുന്നു പ്രീ ഫിൽറ്റർ. പിന്നെ ഒരു ഡൈവേർട്ട് വാൽവ് ഉണ്ടാവും. ഡൈവേർട്ട് വാൽവ് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. ഇപ്പോൾ പുതിയ അക്വാഗാർഡിൻ്റെ മോഡലിൽ ടാങ്ക് ഇങ്ങനെയല്ല, എല്ലാം ഒറ്റ യൂണിറ്റാണ് വരുന്നത്. പക്ഷേ ഇതാണ് കുറച്ചുകൂടി കംഫർട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റും. മറ്റേതിൽ നമ്മൾ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ ഈ മോഡലെന്ന് വെച്ചാൽ സ്റ്റോറേജ് ടാങ്കാണ്, പ്രഷർ ടാങ്ക് ആയതുകൊണ്ട് തന്നെ സപ്ലൈ ഇല്ലെങ്കിലും നിങ്ങൾക്ക് വെള്ളം കിട്ടും. അപ്പോൾ ഈ മോഡലിൻ്റെ ഇൻസ്റ്റോളേഷൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതാണ് ആ മെഷീൻ വരുന്നത്, UTC മെഷീൻ. ഇതിൽ സിമ്പിളാണ്, കണക്റ്റിങ് കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഡ്രില്ലിങ് മാത്രമേ വിഷയമുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് ഇവർ ഇത് വെച്ചിട്ടുണ്ട്, ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, ഏതാണ് ബാക്ക്ലാഷ് ഏതാണ് റിജക്ഷൻ, ഏതാണ് ഏതാണ്, അങ്ങനെ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾറെഡി മെഷീനിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്ത സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കല്ല, ബൈ മിസ്റ്റേക്കിൽ ലീക്ക് വന്നു. അപ്പോൾ നമ്മൾ മെഷീനൊക്കെ അഴിച്ച്, സാധാരണ ഇങ്ങനെ മെഷീൻ അഴിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ലായിരുന്നു. പിന്നെ മെഷീൻ അഴിച്ച് അത് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊരു പുതിയ ടൈപ്പ് മെഷീനാണ് വരുന്നത്. ഇതിനകത്ത് സെൻസറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും മെഷീൻ. ഫിൽട്രേഷൻ ടൈമിൽ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോൾ, അപ്പോൾ ഫിൽറ്റർ ബ്ലോക്ക് ആയോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി നിന്നോളും. പിന്നെ നിങ്ങൾ ഹാർഡ് വാട്ടർ, നല്ല ഹാർഡ് വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഫ്ലോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റോളേഷൻ ടൈം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് സർവീസ് ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേഷൻ മെഷീൻ തന്നോളും. അപ്പോൾ നമ്മൾ ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തത് ഒരു കറക്റ്റ് സ്പേസൊക്കെ ഇട്ട് വെച്ചൊരു കസ്റ്റമറുടെ സ്പേസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ നോർമലി ആൾറെഡി കിച്ചൺ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാനുള്ള സ്പേസൊക്കെ നോക്കണം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ പോയിൻറ്റും വാട്ടർ കണക്ഷനും താഴെ വരുന്നതാണ്. അപ്പോൾ പലരും ഇതേപോലെ തന്നെ മേളിൽ പവർ പോയിൻ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ വിളിച്ച് അവിടെ വെക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പിന്നീട് അത് എഡിറ്റ് ചെയ്ത് മാറ്റിയേക്കേണ്ടി വരും. ഇവിടെ തന്നെ ഇത്രയും പ്ലാൻ ചെയ്തിട്ട് പോലും ആ ഒരു സിങ്കിൻ്റെ ഇപ്പുറത്തെ ക്യാബിൽ ഹോളിട്ട് വെക്കേണ്ടി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പുറം വെക്കാൻ പറ്റില്ല. ഇതൊരു പുതിയ ടൈപ്പ് കൊറിയൻ സിങ്കോ അങ്ങനെ എന്തോ സംഭവമാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് പാടായിപ്പോയതുകൊണ്ട് ഡ്രില്ല് ചെയ്ത് അപ്പുറത്തെ ക്യാബിലായിപ്പോയി. അവിടെ ഹോളിടേണ്ടി വന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചില ആൾറെഡി എക്സിസ്റ്റിംഗ് ക്യാബിനറ്റ്, അതായത് ആൾറെഡി എക്സിസ്റ്റിംഗ് ക്യാബിനറ്റ് നല്ല സ്ട്രോങ് ആണ്, അല്ല മെറ്റീരിയൽ വേറെയാണ്, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഇങ്ങനെ വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആൾറെഡി ഇന്ന് കിച്ചൺ ഉള്ളതാണ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി മാറ്റാൻ പറ്റുമോ, പഴയ പ്യൂരിഫയർ അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം.